6 മാസം മുമ്പ് തുടങ്ങിയ 6 മാസം ആയി ഇവിടെ വന്നിട്ട്. അപ്പം അങ്ങനെ നമ്മളിവിടെ കൃഷി കാര്യങ്ങൾ വാഴ, കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ അങ്ങനത്തെ നമ്മുടെ നാടൻ രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ഫാം ഐറ്റംസ്, പശുവുണ്ട്, താറാവ്, കോഴി, പിന്നെ നമ്മൾ ഈ കാണാൻ ഭംഗി തോന്നുന്ന സാധനങ്ങൾ വാത്ത, പഴണ്ടക്ക്, പിന്നെ കൊഴുപ്പില്ലാത്ത ഇറച്ചിയുള്ള നമ്മുടെ കൾക്കം, പിന്നെ ഫാൻസി ടൈപ്പ് കോഴികൾ, കരിങ്കോഴി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള പരിപാടി. ഈ കൃഷി, വെജിറ്റബിൾസ്, മറ്റേ വാഴ, പച്ചക്കറി, ഇതിൽ നിങ്ങൾ മറ്റേ വളപ്രയോഗം എങ്ങനെയാണ്? വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വളം ചെയ്യാറുള്ളൂ. നമുക്ക് ഇപ്പോൾ ഒരു അങ്ങനെ വലിയ രീതിയിൽ വളം ചെയ്ത് ഒരു ഫുൾ ഗ്രോത്ത് ഉണ്ടാക്കണം എന്നുള്ളൊരു രീതിയൊന്നും നമുക്കില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇപ്പോൾ നമ്മൾ ഈ ഫാമിൽ നിന്ന് എടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും കറി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഫാമിലെ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണമല്ലോ, തീർച്ചയായിട്ടും അത് വേണം. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും അങ്ങനെ ഒരു സാധനങ്ങൾ മാത്രമേ ഫാമിൽ നിന്ന് കൊടുക്കാറുള്ളൂ. അധികം പെസ്റ്റിസൈഡ്, കൃത്രിമ വളങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല പഴം കിട്ടും. ഈ വാഴയും കൊള്ളിയും അല്ലാതെ ഇവിടെ പല ഫ്രൂട്ട്സിൻ്റെ ചെടികൾ കണ്ടിട്ടുണ്ട്. അത് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്? അത് മാങ്കോസ്റ്റ് ഉണ്ട്, പിന്നെ പേരയുടെ പല വെറൈറ്റികളുണ്ട്, പിന്നെ വരുന്നത് നമ്മുടെ മാവിൻ്റെ ഒരുപാട് നല്ല മാങ്ങകൾ ഇപ്പോൾ കണ്ടില്ലായിരുന്നു. മാങ്ങ ഇഷ്ടംപോലെ അതിൻ്റെ കുറേ. അപ്പോൾ ഒരാഴ്ചയിൽ എത്ര മാങ്ങ നമുക്ക് പറിക്കാൻ പറ്റാൻ ഈ തോട്ടത്തിൽ? ഒരാഴ്ച നമുക്ക് സീസണിൽ ഇപ്പോൾ ഇത് 1.5 കൊല്ലം അങ്ങനെയൊക്കെ കായം വരുന്നത്. മാങ്ങ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ലേശം കമ്മിയാണ്, മാങ്ങ കുറവുണ്ട്. എങ്കിലും നമുക്കൊരു ഒരാഴ്ചയിലൊരു 10-300 കിലോ മാങ്ങ. അതേത് വെറൈറ്റിയാണ് മാങ്ങ? അതെല്ലാം കൂടെ കൂട്ടി ഉൾപ്പെടെ. പിന്നെ കുറേ ഒട്ടുമാവുണ്ട്, നമ്മുടെ നാടൻ മാങ്ങയുണ്ട്, നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നതൊക്കെ പറയുന്ന മാങ്ങ, അങ്ങനത്തെ ടൈപ്പ് എല്ലാ വിധത്തിലുള്ള മാങ്ങകളുണ്ട്. അതുകൂടാതെ ഫ്രൂട്ട്സ് ഏതൊക്കെ വെറൈറ്റീസ് ഉള്ളത്? മാങ്കോസ്റ്റീൻ, പേര. ഫ്രൂട്ട്സിൻ്റെ പേര, പിന്നെ നമ്മൾ ഈ ചെറിയ പുളി പോലത്തെ പഴങ്ങൾ, അങ്ങനത്തെ സപ്പോട്ട, അങ്ങനത്തെ സാധനങ്ങൾ ഒട്ടുമിക്കതെന്ന് പറയത്തക്ക രീതിയിലുണ്ട്. നെല്ലി എല്ലാം. പിന്നെ പശുക്കളുടെ വളർത്തലുണ്ട് ഇവിടെ. അതെ. അത് ഏതെല്ലാം ടൈപ്പ് ഉണ്ട്? പശു എന്ന് പറഞ്ഞാൽ 2 ഇനം പശുക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒന്ന് HF, പിന്നെ നമ്മുടെ ജേഴ്സി. അതുകൂടാതെ വേറെ ഏത് വെറൈറ്റി ഉള്ളത്? അതുകൂടാണ്ട് നമ്മുടെ കയ്യിൽ വെച്ചൂരി എന്ന് പറയുന്ന വെച്ചൂരി ഉണ്ട്. അത് നമ്മൾ കാണാനും ആൾക്കാർക്ക് ഒരിതാകാനും വേണ്ടിയിട്ട് വളർത്തുന്നു ഉള്ളൂ. മത്സ്യം കൃഷി എന്താ പറയുക, വ്യവസായാടിസ്ഥാനത്തിലാണോ നിങ്ങൾ കൃഷി ചെയ്യുന്നത്? പിടിച്ചു കൊടുക്കുക? മീൻ വളർത്തി വിൽക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടിയ വിളവ്? കഴിഞ്ഞ പ്രാവശ്യം ഈ ഈസ്റ്ററിന് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര കിലോ കിട്ടിയിട്ടുണ്ടോ? നമുക്കൊരു 350 കിലോയുടെ അടുത്ത് മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കൊടുത്ത് അമോണിയം അങ്ങനെ കണ്ട സാധനങ്ങളും കയറ്റി നമ്മൾ കാണുമ്പോൾ തോന്നും ഫ്രഷാന്ന് തോന്നും. പക്ഷേ എങ്കിലും അങ്ങനെയല്ലല്ലോ. നമ്മളിത് നേരിട്ട് തന്നെ കുളത്തിൽ നിന്ന് കുടിക്കുന്നു. ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളാണ്. അപ്പോൾ ഏതെല്ലാം മത്സ്യങ്ങളാണ് കൂടുതൽ നിങ്ങൾ വളർത്തുന്നത് ഇവിടെ? നമ്മൾ കട്ട്ള, റൂഹു, മൃഗാല, ഗ്രാസ് കാർപ്പ്, പിന്നെ തിലാപ്പി എല്ലാം ഒട്ടുമിക്ക. എത്ര കുളങ്ങളുണ്ട് ഇവിടെ? ഇവിടെ കുളങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിവിഷൻസ് ആയിട്ട് തിരിച്ചേക്കുക കുളങ്ങളെ. അങ്ങനത്തെ 12 ഡിവിഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പട്ടിയുടെ എത്ര വെറൈറ്റീസ് ഉണ്ട് ഇവിടെ? പട്ടി നമുക്ക് ലാബർ ഡോഗ് മാത്രമേ നമ്മളിപ്പോൾ പരീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അതിനാണ് കുറച്ചും കൂടി ഡിമാൻഡ്. ബ്രീഡിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ലാബർ ഡോഗ്. ഇത് കൂടാതെ ബ്രോയിലർ ഫാം ഉണ്ട് അല്ലേ? ചിക്കൻ. പിന്നെ വേറെ ഒരു ബ്രോയിലർ ചിക്കൻ്റെ പരിപാടിയും കൂടെ ഒന്ന് തുടങ്ങണം ഉള്ള ഒരു പ്ലാനിലാണ്. ഇതിൻ്റെ കൂടുതൽ കറുത്ത കോഴികളുണ്ട് അല്ലേ? കരിങ്കോഴി. അതും ബിസിനസ് ആവശ്യമാണോ? ബിസിനസ് ആവശ്യം തന്നെയല്ല, ഇപ്പോൾ ഭയങ്കര ഒരു ഇതായിക്കൊണ്ടിരിക്കുകയാണല്ലോ കരിങ്കോഴിയുടെ ഒരു. അതിൻ്റെ വിലയൊക്കെ ഒരെണ്ണം അത് എത്ര വെയിറ്റ് വരും? ഒരു നമ്മുടെ സാധാ നാടൻ കോഴിയുടെ ഇത് തന്നെ ഉള്ളൂ സംഭവം. പക്ഷെ അതിൻ്റെ കറുപ്പ്, ചുണ്ട് കറുപ്പ്, തൂവല് ഫുള്ള് കറുപ്പ്, കാല് മൊത്തം കറുപ്പ്. ഔഷധ ഗുണങ്ങൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഇതിപ്പോൾ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ഇതായി വരുന്നത്. അതുകൂടാതെ നാടൻ കോഴികളുണ്ട്. പിന്നെ കൾക്കം, ഗിനി
അപ്പോൾ ഈ മത്സ്യവും ഇവിടുത്തെ പാലുൽപാദനവും കൃഷി രീതികളും കോഴി വളർത്തലും എല്ലാം നാച്ചുറൽ ഫുഡ് നൽകിക്കൊണ്ടാണ്, അല്ലാതെ ഒരു കൃത്രിമമായിട്ടുള്ള ഒന്നും ഈ ഫാമിൽ നിങ്ങൾ കൊടുക്കുന്നില്ല. കൃത്രിമമായിട്ടുള്ള ആ ഒരു ഫുഡോ കൃഷി രീതിയോ ഒന്നും തന്നെ അവർക്ക് കൊടുക്കുന്നതല്ല, നൽകുന്നില്ല അല്ലേ? നൽകുന്നില്ല. കൃഷി ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ പണ്ടത്തെ ആൾക്കാർ, പണ്ടത്തെ കാരണവന്മാർ ചെയ്യുന്ന രീതി തന്നെയാണ് നമ്മളിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. എല്ലാം മീനിന് കൊടുക്കുന്ന പോലും കപ്പയുടെ വേസ്റ്റ്, അത് കുളത്തിലേക്ക് വീണാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത് നേരെ മണ്ണിലേക്ക് വന്ന് മണ്ണായി തന്നെ പോകുന്നു. തിന്നത് വരുന്നതിന്റെ വേസ്റ്റ് അങ്ങനെ. നിങ്ങൾ ഈ പെസ്റ്റിസൈഡിൽ പോലെ സാധനങ്ങൾ ഈ ഭൂമിയിലേക്ക് അടിപ്പിക്കുന്നില്ല? ഇല്ല, കൂടുതലായിട്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമുക്ക് നമ്മൾ ജീവിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇനി എന്താ നിങ്ങളുടെ പ്രോജക്റ്റ്? ഇതിലടുത്ത പുതിയ പ്ലാൻസ് എന്ന് പറയാൻ ഫാം ടൂറിസം ഉണ്ടോ ഇവിടെ? അല്ലെങ്കിൽ ഭാഗമായിട്ട് ടൂറിസ്റ്റ് ബംഗ്ലാവോ റിസോർട്ടുകളോ? ഒരു റിസോർട്ട് ഇവിടെ പണി കഴിയുന്നുണ്ട്, പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, എത്ര പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാം? എത്ര വീട്ടുകാർ? ഒരു 4 ഫാമിലിക്ക് തങ്ങത്തക്ക രീതിയിലുള്ള കോട്ടേജ് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ റെസ്റ്റോറൻറ്റ് അടക്കം എല്ലാം കൂടെ. ബോട്ടിങ്ങിനുള്ള സൗകര്യം ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഒരുക്കുന്നുണ്ടോ? ബോട്ടിങ് അങ്ങനെ ഇപ്പോൾ കുളങ്ങളെല്ലാം വേണമെങ്കിൽ ഇതായിട്ട് തിരിച്ച് ഒറ്റയാക്കിയിട്ട് ബോട്ടിങ്ങിനുള്ള സൗകര്യം ചെയ്യാം. ആലോചനയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ സമ്പ്രദായങ്ങളൊക്കെ.